നമസ്കാരം. ബീങ് മെലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്വാഗതം. പെൺമയുടെ കേരളം, ദൈവത്തിന് സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളം, വിദ്യ കൊണ്ട് സമ്പന്നമായ കേരളം, ഇങ്ങനെയായിരുന്നു ലോകം നമ്മളെ അറിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. പീഡിപ്പിസ്റ്റുകളുടെ നാടായി മാറിയിരിക്കുന്നു കേരളം. ബീങ് മെൽ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ പീഡനങ്ങളെ പറ്റിയാണ്. വരൂ, നമുക്ക് കാണാം ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന്. കേരളത്തിൻ്റെ പോക്കിപ്പോൾ എങ്ങോട്ടാണ്? കേരളത്തിൻ്റെ പോക്ക് ഇപ്പോൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീ പീഡനത്തിൽ ഏറ്റവും കൂടുതൽ മുൻപന്തി നിൽക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു കാരണവശാലും പുരുഷന്മാരെ മാത്രമായി കുറ്റം പറയുന്നത് ശരിയല്ല. അത് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത് പുരുഷന്മാരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളെക്കുറിച്ച്. പക്ഷെ അത് അങ്ങനെ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്ത്രീകളുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന വീഴ്ചകൾ അതിനകത്ത് വളരെയധികമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ എങ്ങനെയാണ് മാറേണ്ടത്? കുറേയൊക്കെ ആൾക്കാരുടെ ചിന്താഗതി മാറ്റണം. പെൺകുട്ടികൾക്ക് വൈകിട്ടിറങ്ങി നടക്കാൻ പാടില്ല, ഇറങ്ങി നടക്കരുത് എന്നൊക്കെ പറയുന്നതിനേക്കാളും അവരെ സേഫാക്കാനാണ് കൂടുതൽ ആണുങ്ങളും ശ്രമിക്കേണ്ടത്. പക്ഷേ ഒരു പെൺകുട്ടി വെളിയിലേക്ക് ഇറങ്ങി കുറച്ച് താമസിച്ച് നടന്നു കഴിഞ്ഞാൽ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. എങ്ങനെ മാറും എന്നൊന്നും അറിയില്ല. കേരളത്തിൻ്റെ പോക്ക് ഇപ്പം എങ്ങോട്ടാണ്? കേരളം ഇപ്പം വലിയൊരു മോശമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളുള്ള പൊതുവെയുള്ള കാഴ്ചപ്പാട് തന്നെ വളരെ ഒരു മോശമായ രീതിയിലാണ്. ഇവിടെ സർക്കാരും അതിനനുസരിച്ച് നല്ലൊരു തീരുമാനം എടുക്കുന്നില്ല. ഇതിന് സർക്കാർ ഇവരെ പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്യുന്നവർ സ്ത്രീയിൽ നിന്ന് സർക്കാർ കാശ് വാങ്ങിച്ച് അവരെ വീണ്ടും ഇത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു ഗോവിന്ദചാമി ഉണ്ടാകാതിരിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഗോവിന്ദചാമി ഉണ്ടാകാതിരിക്കാൻ എന്ന് പറയുന്നത് നിയമത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നതല്ലാതെ ഫലപ്രദമായി അത് നടത്തിപ്പിലേക്ക് വരുന്നില്ല എന്നുള്ള കേരളത്തെ നോക്കി ഇപ്പം ദുസ്സഹമായ രീതിയിൽ തന്നെയാണ് സ്ത്രീപീഡനങ്ങൾ വർദ്ധിച്ചു വരികയാണ്. നമ്മളെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെ പ്രതികരിക്കാൻ ഇങ്ങനെ ഇതിനെ സാമൂഹിക ഒട്ടാകെ എല്ലാവരും തന്നെ ഇതിനെ പ്രതികരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് തന്നെ പോലീസും സർക്കാരും മാധ്യമങ്ങളും എല്ലാവരും തന്നെ ഒരു മുൻഗണന എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഇടപെടലുകൾ ഈ ഒരു കാര്യത്തിൽ എന്താണ്? സർക്കാരിൻ്റേതെന്ന് വെച്ചാൽ പോലീസ് ഇപ്പോൾ അത്ര പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മളെപ്പോലുള്ളൊരു ലോ ക്ലാസ് ഒരു പെൺകുട്ടിക്ക് അതുപോലെ പീഡനത്തിന് ഇരയാകുന്നതെങ്കിൽ ഒരുപക്ഷെ സർക്കാരിന് അത്ര വലിയ ശ്രദ്ധയാണ്. പക്ഷേ ആ സമയം ഒരു നടിയോ അല്ലെങ്കിൽ ഒരു ഹൈ ക്ലാസ് ലെവലിലുള്ളവരെ പറ്റിയാണെങ്കിൽ നല്ല സഡനായിരിക്കും അവരുടെ റിയാക്ഷൻസൊക്കെ. പക്ഷേ എന്തിനീ പാവങ്ങളോട് ഈ ചതി കാണിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. ചേട്ടാ, നമ്മുടെ ഈ നിയമ നടപടികൾ ഭേദഗതി ചെയ്യണമെന്ന്, അത് മാറ്റണമെന്ന് തോന്നുന്നു? അങ്ങനെ ചോദിച്ചാൽ അല്ല, ഈ നമ്മുടെ ഈ പീഡനത്തിന് ഉള്ള ഒരു ഇതുണ്ടല്ലോ, നിയമങ്ങൾ വളരെ കുറവാണ്. അതായത് 7 വർഷം 8 വർഷം, അതിനൊക്കെ ഒരു മാറ്റം വരുത്തണമെന്ന്. മാറ്റം വെച്ചാൽ നമ്മുടെ ഈ കേരളത്തിലെ നിയമം ശരിക്കും പറഞ്ഞാൽ അത്ര ഇതല്ല. കാരണം പുറത്തൊക്കെയാണ് അവിടെ തലവെട്ട് അങ്ങനത്തെ ഉള്ളൊരു മൈൻഡാണ്. അപ്പോൾ അതൊരിക്കലും ആൾക്കാർ ആവർത്തിക്കില്ലെന്ന് ഉറപ്പുകൊണ്ടാണ്. കേരളത്തിൽ തന്നെ കൂടിപ്പോയ ജീവപര്യന്തം അങ്ങനെ ചെറിയ ചെറിയ ശിക്ഷ വെച്ചാൽ അവൻ പിന്നെയും വന്ന് ഇത് തന്നെ കാശ്. അതുപോലുള്ളൊരു നല്ല വ്യക്തമായൊരു നടപടി വേണമെന്നാണ്. ഇനിയൊരു ഗോവിന്ദചാമി ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇനിയൊരു ഗോവിന്ദചാമി ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഗോവിന്ദചാമി എന്ത് ചെയ്തു അത് നമ്മൾ ആലോചിക്കണം. ഇനി മീൻസ് ഗോവിന്ദചാമി എന്ന് പറയുന്ന ആ പ്രതിയെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ നിയമം നമ്മൾ ട്രീറ്റ് ചെയ്തത്, അത് ഓവർകം ചെയ്ത് അതുപോലുള്ള പ്രതികളെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും ബാക്കിയുള്ള ഗോവിന്ദചാമികളുടെ വരവ്. നമുക്കിപ്പോൾ കഴിഞ്ഞ റീസെൻ്റ് ആയിട്ടുള്ള ഡേയ്സിൽ നമ്മളെല്ലാവരും ന്യൂസിലും അല്ലെ ഓൺലൈൻ ചാനൽസിലും ഒക്കെ കാണുന്നുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള പീഡനം. സ്ത്രീകൾക്കെതിരെയുള്ള പീഡനം മാത്രമല്ല, സൊസൈറ്റിയുടെ മൊത്തം ഒരു ആറ്റിറ്റ്യൂഡ് സദാചാര ഗുണ്ടായിസ് അല്ലെങ്കിൽ മൊറൽ പോലീസിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇവിടെ നമുക്ക് പോലീസും നമ്മുടേതായ വ്യവസ്ഥിതിയുണ്ട്. സോ മോറൽ പോലീസിങ്ങിൻ്റെ ഒരു കൺസെപ്റ്റിൻ്റെ ആവശ്യമില്ല. അതിന് കൂടെ പ്രത്യേകിച്ച് ഒരു മുൻഗണന കൊടുത്ത് നോക്കേണ്ട ഒരു സെക്ഷനാണ് ഈ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു സെൽഫ് പ്രിവെൻഷൻ വേണം. പിന്നെ നമ്മുടെ കൂടെയുള്ള സൊസൈറ്റി, നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റം, എല്ലാത്തിൻ്റെ. കേരളത്തിൻ്റെ പോക്ക് ഇപ്പോൾ എങ്ങോട്ടാണ്? പോക്ക് നമ്മളിപ്പം സാധാരണ എല്ലാ സംസ്ഥാനങ്ങളും പോകുന്ന പോലെ തന്നെയാണ് പോകുന്നത്. പിന്നെ പുരോഗതിക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും വരുന്നുണ്ട്. അത് കേരളത്തിന് സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഇച്ചിരി കൂടെ കെയർഫുള്ളാകുക, മറ്റുള്ളവർ ആൾക്കാർ പരസ്പരം കൂടുതൽ സഹകരിക്കുക, സംസാരിക്കുക, ഇടപെടുക. അല്ലാതെ നമ്മുടെ കുടുംബം ആ ഒരു ചിന്തയിൽ പോകുന്നതുകൊണ്ടാണ് ഈ കുഴപ്പം. സർക്കാരിൻ്റെയും
പോലീസിൻ്റെയും ഇടപെടൽ എത്രത്തോളം ഉണ്ട് ഈ ഒരു കാര്യം? ഈ ഒരു കാര്യത്തിൽ ഇപ്പം റീസെൻ്റ് കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പോലീസ് നന്നായിട്ട് നോക്കി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ അലേർട്ട് ആവണം. അതായത് സ്ത്രീകൾക്ക് കുറച്ചുകൂടെ സുരക്ഷ, ഇപ്പം ഒരു ഈവനിങ് അല്ലെങ്കിൽ നൈറ്റിൽ ജോലി ചെയ്തിട്ട് വരുന്നവർക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യണം. പോലീസ് പല സ്ഥലങ്ങളിൽ, അതായത് വിജനമായ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ കൂടുതൽ പോലീസിനെ നമ്മൾ നിയമിക്കുകയൊക്കെ ചെയ്യണം. എന്നാലും നമുക്കതുകൊണ്ട് പ്രയോജനം കിട്ടത്തുള്ളൂ. ഇതെന്ന് പറഞ്ഞ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് പെട്ടെന്നൊരു റാപ്പിഡ് ഒരു ആക്ഷൻ ഉണ്ടായി, റിയാക്ഷൻ. പക്ഷെ ഒരു നോർമൽ പീപ്പിൾ ആണെങ്കിൽ ഇത്രത്തോളം ഉണ്ടാവില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ഇപ്പം സെലിബ്രിറ്റി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറ്റൻഷൻ കിട്ടും. ഇപ്പോൾ ഒരു സൗമ്യ അല്ലെ ജിഷ, നമ്മളിപ്പം ഇപ്പോഴും നമ്മുടെ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രമുഖ നടി എന്നുള്ളതാണ്. അവർക്കൊരു അഡ്രസ്സ് ചെയ്യുന്നില്ല അവരെ. അതേസമയം നമ്മുടെ സാധാരണ ഒരു പെൺകുട്ടികളാണെങ്കിൽ അവരുടെ ഫുൾ എന്താ പറയുന്നത്, ഒറിജിൻ തൊട്ട് നമ്മുടെ മാധ്യമങ്ങളെ എല്ലാവരും തന്നെ, ഇപ്പോൾ സൊസൈറ്റി ആണെങ്കിലും അത് കൊട്ടിഘോഷിച്ച് നടക്കും. പക്ഷേ ഇതൊരു മോശമായിട്ടുള്ളൊരു പ്രവണതയായിട്ട് പറയുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു സെലിബ്രിറ്റിയുടെ ഇൻസിഡൻറ്റിൽ തന്നെ ഒത്തിരി നല്ല കാര്യങ്ങൾ, എത്ര പെട്ടെന്നാണ് ആ ഒരു പ്രതികളെ പിടിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിസ്റ്റം നേരെ കറക്റ്റായിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ സാധാരണ ആൾക്കാർക്കും കൂടെ ഈ സെലിബ്രിറ്റിക്ക് കിട്ടിയ ഇമ്പോർട്ടൻസ് സെയിം ആയിട്ട് കൊടുക്കണം. ഈ ലോ സിസ്റ്റത്തിൽ ഭേദഗതികൾ വരുത്തണമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ഇൻസിഡൻസിൽ വന്നവരാണേലും ഇപ്പോഴും ആർക്കും ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണല്ലോ വീണ്ടും ഇത് റിപ്പീറ്റഡ് ആയത്. റിപ്പീറ്റഡ് ആവാതിരിക്കണമെങ്കിൽ അതിനുള്ള പണിഷ്മെൻറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ റിപ്പീറ്റ് ആവാതിരിക്കത്തുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കുക. പിന്നെ വേറൊരു കാര്യം പറയേണ്ടത്, ഇപ്പോൾ സൗമ്യയുടെ കേസ് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ഈ റീസെൻ്റ്ലി വന്ന അന്ന് കുറച്ച് പോലീസ് പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റിയൊക്കെ ഭയങ്കരമായിരുന്നു, ഒരാഴ്ച 2 ആഴ്ച. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും എല്ലാം പഴയപടി പോയി. ഇപ്പം അതുകൊണ്ടാണല്ലോ വീണ്ടും ഇങ്ങനെയൊന്ന് സംഭവിച്ചത്. അപ്പോൾ അത് സ്ട്രിക്റ്റ് ആക്കുക. ഒരാഴ്ച 2 ആഴ്ചത്തേക്കല്ല, കണ്ടിന്യൂസ് എല്ലാ ദിവസവും സേഫ്റ്റി എന്നുള്ളത് ക്ലിയർ ചെയ്യുക. ഇനി ഒരു ഗോവിന്ദചാമി ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എങ്ങനെയാണ് മാറേണ്ടത്? നമ്മൾ ഓരോരുത്തരും പേഴ്സണലി മാറണം. അതുകൂടാതെ നമ്മുടെ ലോ കുറേയും കൂടി സ്ട്രോങ് ആവണം. ഇവിടെ എന്തിനും നമുക്ക് പഴുതുകളാണുള്ളത്, ശിക്ഷിക്കാനല്ല, കൂടുതൽ ആൾക്കാരെ രക്ഷിക്കാനുള്ള പഴുതുകളാണ്. ഇപ്പം നമ്മൾ പറയും സൗദിയിലൊക്കെ വേണം, പക്ഷേ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ടും പറയുന്നവരുണ്ട്. എന്നാൽ ഒരാൾക്കൊരു കടുത്ത ശിക്ഷ കൊടുത്താൽ പിന്നെ ആരും ആവർത്തിക്കില്ല. ഒരാൾക്കൊരു 5 പേരെങ്കിലും പിന്നെ അതിനെ പേടിക്കുമല്ലോ. അങ്ങനെ വേണം. ഇത് കുറേ നാൾ ജയിലിൽ പോകാൻ, നല്ല ഫുഡ് കഴിക്കാം, പിന്നെ ചെയ്താൽ എന്താ ചെയ്തില്ലെങ്കിൽ എന്താ. നമ്മുടെ ലോ കുറേയും കൂടി സ്ട്രോങ് ആവണം. ഒരു റേപ്പിസ്റ്റിനോട് നിങ്ങൾ ഇപ്പം എന്താണ് പറയുക? റേപ്പിസ്റ്റിനോട് പറയുവാണെന്ന് വെച്ചോ, എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ അഭിപ്രായം? സേ സംതിങ്. എന്തുകൊണ്ടാണ് പറഞ്ഞത്? വീട്ടിലുള്ള അമ്മയ്ക്കും സഹോദരിക്കുമുള്ള, അല്ലെങ്കിൽ അവരെ എങ്ങനെ കാണുന്നോ അതുപോലെ തന്നെ ചുറ്റുമുള്ള എല്ലാ സ്ത്രീകളെയും കാണാൻ പഠിക്കുക. അവനവൻ തന്നെ നമ്മളൊന്ന് ഉള്ളിലോട്ട് നോക്കിയാൽ നമ്മുടെ വീട്ടിൽ ആരാ ഉള്ളത്, എൻ്റെ സഹോദരിയാണോ എൻ്റെ അമ്മയാണോ, ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. വലിയ കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ കോൺഷ്യസ് ആവേണ്ട ആവശ്യം. 2016 കണക്കെടുപ്പിൽ ആദ്യ 6 മാസങ്ങളിൽ 1000-ഓളം പീഡന കേസുകളാണ് ഫയൽ ചെയ്യപ്പെട്ടത്. ഈ കൊച്ചു കേരളത്തിൽ ഓരോ 6 മണിക്കൂറിലും ഒരു പീഡനം നടക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. വൈകിപ്പോയി നമ്മൾ ശബ്ദമുയർത്താൻ. ലോകത്തിലെ എല്ലാ റേപ്പിസ്റ്റുകൾക്കും നടുവിരൽ നമസ്കാരം പറഞ്ഞുകൊണ്ട് ശബ്ദമുയർത്തുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഈസ് രോഹിത് രാജേന്ദ്രൻ, ബീയിങ് മല്ലു, സൈനിങ് ഔട്ട്.